ഹായ് ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങളിന്ന് പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങളിന്ന് ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോവുകയാണേ. അപ്പോൾ ഏട്ടൻ ഇന്ന് അവധിയായതിൻ്റെ പേര് രാവിലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ രാവിലെ ഓച്ചിറ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ആ പ്ലാനിങ് മാറ്റിയിട്ട് വേഗം ചെട്ടികുളങ്ങരയാക്കി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ക്ഷേത്രം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫുള്ളെല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വഴി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അത് കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ അമ്പലം വന്നപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അമ്പലത്തിൻ്റെ സ്ഥലം എത്തി കേട്ടോ. ചെട്ടികുളങ്ങരയാണേ. അപ്പോൾ അമ്പലം എത്തി ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് കയറിയാണ്. മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു കുറച്ച് വെള്ളമായിട്ടൊക്കെ കിടക്കുകയാണ്. നേരെ ആദ്യം ഞങ്ങൾ കുളത്തിലോട്ടാണ് പോകുന്നത്, കാലും കൈയൊക്കെ ഒന്ന് കഴുകാനും. എന്നിട്ടേ നമ്മൾ അകത്ത് കയറുള്ളൂ. അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. പുറത്തൊക്കെ മാത്രം നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അകത്ത് ഫോണും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ കായംകുളം എന്ന് നിങ്ങൾ സ്ഥലം പറഞ്ഞാൽ ആ സ്ഥലം പറയുമെങ്കിലും നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ചെട്ടികുളങ്ങര, അതുപോലെ തന്നെ ഓച്ചിറ. അപ്പം ഞാൻ ഇനിയും ഒരു ദിവസം ഓച്ചിറയിലെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ചെട്ടികുളങ്ങരയിലെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ കുളത്തിൻ്റെ അവിടുന്ന് നേരെ നടന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോൺ അകത്തോട്ട് കയറുമ്പം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അവിടുത്തെ മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ സൈഡിലൊക്കെ ഓരോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതൊക്കെ തൊഴുതിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടെ പിന്നെ മാലയും മുല്ലപ്പൂ, റോസാപ്പൂ മാല അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോയും എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ ഗൈസ്, ഒരുപാടുണ്ട്. ഫോട്ടോസായിട്ടും ഉണ്ട്, അല്ലാത്ത രീതിയിലുള്ള ഇതും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വലിയ വിളക്കാണ്. നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നതിന് ശേഷമുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ആൽമരമാണ് കേട്ടോ, വലിയ ആൽമരമാണ്. അത് കുറച്ചൊക്കെ ഞാൻ എടുത്തു. പിന്നെ അവിടെ അത്രയും കാണിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് അന്നദാന മന്ദിരമാണ്. ഇവിടെ കഞ്ഞിയുണ്ട് കേട്ടോ. 12 മണി കഴിയുമ്പോഴത്തേക്കിന് കഞ്ഞിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുവരെ എല്ലാവരും തൊഴുതിട്ട് അവിടെ പോയി നിൽക്കും. ഇതിപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. എല്ലാവരും തൊഴുത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇരിക്കും കേട്ടോ, അവിടെ കഞ്ഞി കുടിക്കാനായിട്ട്. കറക്റ്റ് 12 മണി അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ക്യൂ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ആൽമരത്തിൻ്റെ ഒക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ആൽത്തറയിലിരുന്ന് കേട്ടോ. അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോൾ നമ്മൾ വിചാരിച്ച് അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൽത്തറയിലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് വന്നു. അവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റാണ് നിന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഫുള്ള് ക്യൂ ആണ്, അങ്ങറ്റം വരെ ക്യൂ ആണ്. അപ്പം കഞ്ഞി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മുതിര ഇട്ടുള്ള കഞ്ഞി കേട്ടോ. മുതിരയും അതുപോലെ ഒഴിച്ചു കൂട്ടാൻ പോലത്തെ ഒരു കറിയുണ്ട്. പിന്നെ കഞ്ഞി, അച്ചാറും പപ്പടവും ഒക്കെ കാണുന്നതാണ്. ചില ദിവസങ്ങളിൽ അവലൊക്കെ കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.